ഉത്തർപ്രദേശിൽ വൻ ലഹരിവേട്ട. ഒഡീഷയിൽ നിന്ന് ട്രക്കിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 800 കിലോ കഞ്ചാവുമായി 6 പേർ അറസ്റ്റിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത്. പിടിച്ചെടുത്ത കഞ്ചാവിന് അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ആന്റി നർക്കോട്ടിക്സ് ടാസ്ക് ഫോഴ്സിന്റെ ലക്നൌ യൂണിറ്റും സോൻഭദ്ര പോലീസും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഉത്തർപ്രദേശിലെ സോൻഭദ്രയിൽ വെച്ച് വൻ ലഹരിശേഖരം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രാത്രി ചഹൽവാ ബൈജു ബാബ ക്ഷേത്രത്തിന് സമീപം പോലീസ് നിലയുറപ്പിച്ചു. തുടർന്ന് സംശയാസ്പദമായ രീതിയിലെത്തിയ ട്രക്കും കാറും പോലീസ് തടയുകയായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ട്രക്കിനുള്ളിൽ പച്ചമരുന്ന് ചാക്കുകൾക്കിടയിൽ രഹസ്യമായി ഒളിപ്പിച്ച നിലയിൽ 800 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തത്. സംഭവ സ്ഥലത്തുനിന്ന് 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് 8 മൊബൈൽ ഫോണുകളും ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്കിത് സിംഗ്, രോഹിത് കുമാർ സിംഗ് എന്നിവരാണ് ലഹരി ശൃംഖലയുടെ സൂത്രധാരന്മാർ. സോഹിത് സിംഗ്, ദേവേന്ദ്ര സിംഗ്, സൂരജ് കുമാർ, സിദ്ധാർത്ഥ് സിംഗ് എന്നിവരാണ് കഞ്ചാവ് കടത്താൻ ഇവരെ സഹായിച്ചത്. ഒഡീഷയിലെ ബലാംഗീർ മേഖലയിൽ നിന്ന് വെറും 20 ലക്ഷം രൂപയ്ക്കാണ് ഇത്രയും വലിയ കഞ്ചാവ് ശേഖരം ഇവർ വാങ്ങിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. സുൽത്താൻപൂരിലും പരിസര പ്രദേശങ്ങളിലും ലഹരി എത്തിച്ച് വൻ വിലയ്ക്ക് വിൽക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. സീതാപൂർ സ്വദേശിയായ അതുൽ സിംഗ് എന്നയാൾക്ക് എത്തിക്കാനായിരുന്നു ലഹരിമരുന്ന് കൊണ്ടുവന്നതെന്നും പ്രതികൾ മൊഴി നൽകി. लगभग कुल कीमत 80,60,000 रुपए के आसपास है। ये 8 कुंतल के ऊपर का ये गांजा बरामद किया गया है। एएनटीएफ लखनऊ यूनिट द्वारा सूचना साझा की गई कि उड़ीसा से चल करके एक ट्रक और साथ में एक छोटी गाड़ी जो उस ट्रक के साथ चल रही है, रेकी कर रही है। പോലീസ് പരിശോധനകൾ മുൻകൂട്ടി അറിയാൻ ഒരു സിയാസ് കാറിലാണ് പ്രതികൾ ട്രക്കിന് മുന്നിലായി സഞ്ചരിച്ചിരുന്നത്. റോഡിൽ എവിടെയെങ്കിലും പോലീസ് ചെക്കിംഗ് കണ്ടാൽ ട്രക്ക് ഡ്രൈവർക്ക് വിവരം കൈമാറുന്നതാണ് ഇവരുടെ പതിവ് രീതി. പിടിയിലായ പ്രതികളിൽ ഭൂരിഭാഗവും സ്ഥിരം കുറ്റവാളികളാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇതിൽ സൂരജ് കുമാറിനെതിരെ മാത്രം വിവിധ സ്റ്റേഷനുകളിലായി 14 കേസുകളുണ്ട്. രോഹിത്തിനെതിരെ 4ഉം അങ്കിതിനെതിരെ 2 കേസുകളും നിലവിലുണ്ട്. ഈ റാക്കറ്റിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.